ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. അവിടെ മില്ല് സൂചിപ്പിച്ച പോലെ തന്നെ ഉദ്യോഗസ്ഥർ പാർട്ടിയുടെ പോലീസുകാരാണ്. CBI വരണം അന്വേഷണത്തിനായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനവും ആരോപണവും ഒക്കെ SIT അന്വേഷണത്തിന് മേൽ തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മുഖ്യമന്ത്രി തന്നെ CBI അന്വേഷണം വേണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ SITയെ സംബന്ധിച്ചിടത്തോളവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഹൈക്കോടതി അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം കൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ഹൈക്കോടതി അന്വേഷണത്തെ ആ തരത്തിൽ ഒരു തരത്തിലും സംശയ കണ്ണോടുകൂടി SITയെ നോക്കിക്കാണുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസവും മുന്നോട്ട് പോകാൻ ഊർജ്ജവും നൽകുന്നതാണ്. തീർച്ചയായും അക്ഷയ്, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇതിൽ ഒരു കേസിലെ ജാമ്യം തള്ളിക്കൊണ്ട് എൻ വാസുവിൻ്റെ അടക്കമുള്ള ജാമ്യം തള്ളിക്കൊണ്ട് ഈ ഒരു സംശയത്തിൻ്റെ നിഴൽ ഈ അന്വേഷണത്തിന് മേൽ ചാർത്തിയിരുന്നുവെങ്കിൽ അതെല്ലാം പൂർണ്ണമായും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ആ കറയെല്ലാം മാറ്റുകയാണ്. പൂർണ്ണമായും കൃത്യമായ ഒരു അന്വേഷണം തന്നെ നടക്കുന്നു. വളരെ ശക്തമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ അന്വേഷണത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് കോടതിയോട് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത്. അവർക്ക് കോടതിക്ക് മുന്നിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി. മറ്റൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അവർ വഴങ്ങേണ്ടതില്ല. അവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാമെന്നത് തന്നെയാണ് ഈ ഉത്തരവിലൂടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. ശരിയായ രീതിയിൽ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. ഇതോടൊപ്പം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഏത് അധികാര ശ്രേണിയിലുള്ളവരാണെങ്കിലും ഏത് വലിയ കൊടികുത്തിയ ആളുകളാണെങ്കിലും അവരെക്കെതിരെ യാതൊരു മടിയുമില്ലാതെ മുന്നോട്ട് പോകണമെന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നതാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പൂർണ്ണമായ സ്വാതന്ത്ര്യം SITക്ക് അക്കാര്യത്തിൽ നൽകിയിരിക്കുന്നു നൽകുന്നത്. SITയുടെ അന്വേഷണത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു ഹൈക്കോടതി. SITയുടെ അന്വേഷണം തൃപ്തികരമാണെന്ന് ഹൈക്കോടതി പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തെ സംശയത്തിലാഴ്ത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് കൂടിയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടാവുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയിൽ 4 ഘട്ടങ്ങളായി അന്വേഷണം നടത്തണമെന്നുൾപ്പെടെയുള്ള കുറച്ചുകൂടി നിർദ്ദേശങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും SIT അന്വേഷണവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.